അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദേവാലയത്തിലേക്ക് പോകുവാനായി ഒരുങ്ങി നിൽക്കുന്ന ഈ മകനെ ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഈ മകന് അനുയോജ്യമായ പങ്കാളിയെ തിരഞ്ഞെടുപ്പ് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇസഹാക്കിനെയും റബക്കായെയും ആശീർവദിച്ച് തൻ്റെ അവകാശിയാക്കിയ കർത്താവെ, ഈ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സഭയെ നിർമ്മല വധുവായി സ്വയം സ്വീകരിച്ച ഈശോയെ ഇന്ന് നടക്കാൻ പോകുന്ന ഈ വിവാഹ വാഗ്ദാനത്തെ ആശീർവദിക്കുകയും നിന്റെ പ്രിയപ്പെട്ടവരായ ഇവരെ സമാധാനത്തിലും ഐക്യത്തിലും മരണം വരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വചനങ്ങളിലൂടെയും പ്രമാണങ്ങളിലൂടെയും ഇസ്രായേൽ ജനതയെ വഴി നടത്തിയ ദൈവമേ, അങ്ങയുടെ സ്വന്തം ജനമായി ഞങ്ങൾക്കും അങ്ങയുടെ വചനത്തിന്റെ പാത തുറന്നു തരണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിയമാവർത്തനം പുസ്തകത്തിൽ നിന്ന് വായന 4-ാം അധ്യായം. വിശ്വസ്തത പാലിക്കുക. ഇസ്രായേലേ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും കർത്താവ് ബാൽപെയോർ നിമിത്തം ചെയ്തതെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപെയോറിനെ പിന്തുടർന്നവരുടെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിന്ന് നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെ പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവും ഉള്ളവർ തന്നെ എന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീക്കമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്. നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുകയും ജാഗരൂകരായിരിക്കുകയും അവയെല്ലാം നിങ്ങളുടെ മക്കളുടെ മക്കളെയും അറിയിക്കണം. ഹൃദയ ഐക്യത്തിലും വിശ്വാസത്തിലും നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും പരിത്യാഗവും വഴി വിവാഹ ജീവിതത്തിന് ഇവ സ്വയം സജ്ജമാകാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം ചൊല്ലി വിവാഹത്തിനൊപ്പം നമുക്കും ദൈവത്തെ സ്തുതിക്കാം. ഭൂവാസികളെ ഭാഗത്തോടെ ആർക്കും വിളിപ്പീൻ എന്ന് ഏറ്റുപറയാം. ജനതകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സൗഖ്യത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു, ഞങ്ങളെ വെള്ളിയെന്ന പോലെ അങ്ങ് കർത്തവിച്ചു. ദഹനബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും, അങ്ങോടുള്ള എൻ്റെ നേർച്ച ഞാൻ നിറവേറ്റും.
ഞാൻ അവിടുത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ നാവുകൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. അവിടുത്തെ കാരുണ്യം ഇരുന്ന് നിന്ന് എടുത്തു കളഞ്ഞില്ല. സർവശക്തനായ ദൈവമേ, മനുഷ്യനെ സകല ജീവിതാലങ്ങൾക്കും പുതിയതായി ഞാൻ സൃഷ്ടിച്ചുവല്ലോ. മനുഷ്യനെ എങ്ങനെയായിരിക്കുന്നത് എന്നല്ല, അമ്മ ചേർന്ന ഇനിയെ ഞാൻ നൽകുമെന്ന് അരുളി ചെയ്ത് ജീവസഖ്യം നൽകി അങ്ങ് ആദ്യ വിവാഹം ആശീർവദിക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങളുടെ മകൻ അങ്ങ് സ്ഥാപിച്ച വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തിരഞ്ഞെടുത്ത ഈ ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവേ, നീ ഇവനെ സഹായിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരായ എല്ലാ സ്വർഗ്ഗവാസികളുടെയും പ്രത്യേകമായി ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും പ്രാർത്ഥനാ സഹായം ഇവർക്കുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് യാത്രയാക്കാൻ ഇവിടെ സന്നിഹിതരായ എല്ലാവരെയും സ്നേഹനിധിയായ പിതാവേ, അങ്ങ് അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. We set out at the first light. We lit up with the sunrise. Gets my heartbeat running wild when you're here by my side. And we'll dream out loud. Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long. We'll take this world from this day on.
നമ്മുടെ പ്രിയ മക്കൾ സോനിയുടെയും നിധിൻ്റെയും മനസ്സം ഒത്തുവരികയാണ് ദിവസമാണ് എന്ന് പരിശുദ്ധമായ ഈസ്റ്റർ വിശേഷം. ഒരു ദുഃഖിപ്പിക്കുന്ന നമ്മുടെ വിശ്വപിതാവ് മാർപ്പാപ്പയുടെ ദേവയോഗം നമ്മൾ ഉദ്ദേശിച്ചതാവരും അത്ര സമൂഹത്തിനും ദുഃഖാർത്ഥമാണ് എന്ന മധ്യത്തിൽ ഈ മക്കളുടെ സന്തോഷം ഉണ്ടാഴ്ച ഒരു അത്താഴയ്ക്ക് നയിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കൾ പ്രത്യേകിച്ച് ബാബുക്കും സോറി മാതാപിതാക്കളുടെ സഹോദരി സഹോദരങ്ങളൊക്കെ ഇവിടെയുണ്ട്. പ്രാർത്ഥനയോടുകൂടി വയറ്റിലെല്ലാവരെയും ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വിചാരിച്ച് ആരണെങ്കിലും നമുക്ക് തീർച്ചയായിരിക്കും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ കല്യാണ സമ്മതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ആയിരിക്കാം. ഒരു നിമിഷം പ്രിയ സ്വാമിയായി നമുക്ക് നമ്മുടെ സമർപ്പിക്കുകയും മൗനമായി വിശ്വാസമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ബാധപ്രവർത്തനം നമുക്ക് മക്കളെ സാധിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിനെ സ്തുതി. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരട്ടെ. അങ്ങയുടെ എന്നും ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കടക്കാരോട് ദുഷ്ടാരൂപിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുവേണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഞങ്ങളുടെ കർത്താവായ വിളിച്ചു വിവാഹത്തിനെതിരായി ഹൃദയം ജീവിക്കുവാനും നിങ്ങളുടെ സമൂഹ മനസ്സ് പ്രഖ്യാപിക്കുവാനും നിങ്ങളുടെ സ്നേഹം വന്നിരിക്കുന്നു. ഈ മക്കളെ വിശുദ്ധീകരിക്കണം. മാതൃകാരെ കുടുംബം ചേർത്ത് തങ്ങളെ തന്നെ സ്ഥാപിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. അപകടമായ മാർഗം ചരിക്കുന്നവരും കർത്താവിനെ മനസ്സരിക്കുന്നവരും ഭാഗ്യവാന്മാരാകുന്നു. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ തേടും. അങ്ങനെ കൽപ്പന വിട്ടു നടക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ പുറപ്പെടുന്ന ശാസനകളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമൃദ്ധപോലെ അങ്ങനെ കൽപ്പനകൾ പിന്തുടരുവാൻ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്വീകരിക്കൊണ്ടിരിക്കുന്ന ഈ മക്കളെ അങ്ങനെ നമ്മളോട് നടക്കണമേ. വിവാഹ ജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കുന്നു, ജീവനെ നിത്യം പരിപാലിക്കുന്നതിനുമാണ് ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സർവ്വത്തിൻ്റെയും നാഥൻ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടി ജീവിക്കും. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനം സർവേശ്വര പരിപാലനം പരിപാലനം അമർത്തി കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധനായ സുഹൃതനായ വസിക്കും പരിശുദ്ധനും സത്യർഹതയുള്ളവാൻ അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെയ്യുകയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും
മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ചു. അവിടുത്തെ സ്നേഹത്തിൽ നിൽക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളെ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടി. ഇതാണ് കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിൻ്റെ കൂട്ടിലേക്ക് കൂടാത്തിലേക്ക് ഈ മക്കളെ ക്ഷണിക്കാം. വിശ്വസ്തതയും താഴ്മയും സ്നേഹവുമാണ് കല്യാണത്തിൻ്റെ കൂടാതെ. ഈ മക്കളെ സ്നേഹത്തിന് ക്ഷണിക്കാം. പരസ്പരം ഇടയപ്പെടും, വിശ്വസിക്കുക, ദീർഘകാല സന്നിധിയും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈശോയെ എപ്പോഴും ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സജീവം നടത്തുകയും ചെയ്യും. സഭയെ അവർക്കോട് വിശ്വസ്തപ്പെടുത്തുകയും ചെയ്യും. ക്രിസ്തു വിവാഹത്തെ പ്രവേശിക്കുക അതിലേക്ക് വിവാഹത്തിൻ്റെ ഈ അവകാശ സ്വഭാവം മനസ്സിലാക്കുന്നത് ഉത്തരവാദിത്വബോധത്തോടെയും പൂർണ്ണ മനസ്സോടെ മാത്രമേ വിവാഹത്തെ നിശ്ചയിക്കുന്നതെന്ന് പരസ്പരം പ്രഖ്യാപിക്കുവാൻ സമ്മതം നിധിൻ മിഷിഹായും സഭയുടെ നടപടികൾ അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടി സോണിയ എന്ന ഉത്തരേശ്വരി ഭാര്യയെ സ്വീകരിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഉത്തരേശ്വരി മിഷിഹായുടെ നിയമവും സഭയുടെ നടപടികൾ അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടി താമസിക്കുന്നു. ഭർത്താവ് സ്വീകരിച്ചോടാണ് നീ വാഗ്ദാനം ചെയ്യുന്നു. രണ്ട് സാക്ഷികൾ നിങ്ങളുടെ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികൾ ആണെന്ന് വിശുദ്ധീകരിക്കുകയും ദീർഘായുസ്സെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. സന്തോഷവും പ്രത്യാശയോടുകൂടെ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ വിവാഹം ദൈവവുമായുള്ള ഉടമ്പടിയാണെന്നും മരണം വരെ നിലനിർത്തുന്നതാണെന്ന് ബോധിച്ചോടെ ഇവർ ഈ പ്രകാശ സ്വീകരിക്കുന്നതിന് ഒരുങ്ങുവാൻ ഈശോയാണ് ഇവരെ പരസ്പരം യോജിപ്പിക്കുന്ന അറിയുവാനും വിവാഹ ജീവിതത്തിന് പരസ്പര ഐക്യവും വിശ്വസ്തതയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിന് ഒരുങ്ങുവാനും വിവാഹബന്ധത്തിന് അഭേദ്യതയും കുടുംബജീവിതത്തിന് ഉത്തരവാദിത്തങ്ങളും
ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവാഹ ജീവിതത്തിന് ഒരുങ്ങുവാനും സ്നേഹത്തെ പ്രതി കുരിശുമരണം ഭരിച്ച ഈശോയെ പോലെ ഇവരെ സ്നേഹത്തെ പ്രതി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് സന്നദ്ധതയുള്ളവരായി തീരുവാൻ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇവർ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശ നിർഭരമായ പ്രാർത്ഥനകളുടെ വിവാഹത്തിന് സ്വയം സജ്ജമാക്കുവാനും നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മനുഷ്യനെ കരുണയെ ഞങ്ങൾ വാഴ്ത്തും. ബാലകങ്ങളോട് ആഗ്രഹിക്കുന്ന മക്കളെ സ്നേഹം ഒന്നിപ്പിച്ചുകൊണ്ട് അന്നമായ കരുണയെ വാഴ്ത്തും. ഞങ്ങളുടെ ഭാവസുഹൃത്തുമായി ഈ മക്കൾ ചൊല്ലണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാലഘട്ടം വധുവരന്മാരെ പ്രത്യേകമായി അനുഭവിച്ചു. അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചു. പ്രാർത്ഥനകളായി ജീവിക്കുവാൻ ഒരു മക്കളെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ തീരുമാനം നടത്തുവാനും സന്തോഷത്തോടും കൂടി വിവാഹം സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടെ പറഞ്ഞു. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൽ വഴങ്ങാനും അവിടെ നിങ്ങളെ സമ്മതരാക്കി. മാനസിക ശാരീരികമായ നിങ്ങൾക്കവിടെ പ്രധാനം ചെയ്യും. നിങ്ങളെ സ്നേഹത്തിൽ നടത്തി മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ കർമ്മം പുകഴ്ത്തലാവിനും പ്രത്യേകിച്ചു ഞാൻ സന്നദ്ധതയ്ക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. This horizon, it's shining. Seems the daylight knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today.
അങ്ങോട്ടും ഇവർ ഒരു പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇവർക്ക് എന്നും താങ്ങായി താഴായി നമ്മൾ എല്ലാവരും ഉണ്ടാകുമെന്നത് ഉറപ്പ് കൊടുക്കാനും ഈ വധൂവരന്മാരെ അനുഗ്രഹിക്കാനുമാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. അല്ലേ? ആണെങ്കിൽ എല്ലാവരും കൈയിലൂടെ കൈയിട്ടൊരു ശക്തി പോലല്ലോ. രണ്ട് കുടുംബങ്ങളുടെ ഒന്നുചേരൽ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നിതിന്റെയും സോണിയുടെയും കുടുംബാംഗങ്ങളില്ലാതെ ഈ വേദി പൂർണ്ണമാവില്ല. നമുക്ക് വളരെ സ്നേഹത്തോടെ നിറഞ്ഞ കൈയടികളോടെ നിതിന്റെയും സോണിയുടെയും മാതാപിതാക്കളെ വേദിയിലേക്ക് ഒരുമിച്ച് കൊടുക്കുന്ന ഈ കേക്ക് പോലെ മധുരിതമാകട്ടെ ഇവരുടെ നാളുകൾ. പങ്കുവയ്ക്കലിന്റെ മനോഭാവം ഇവരുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. Looking through your window, maybe you're not home. Oh, I tried to call your number, so now I leave another message on your phone. Oh, 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 yeah. I'm not a stalker, I just gotta know how it feels when I hold you close. So tell me what you like, 'cause I'm running out of time. Promise you I'm not insane, something about you that I can't explain. I'm going out of my mind. Yeah, all I wanna do is make love to you. I'll hold you tight, treat your body right. All I wanna do is stay the night with you. I'll hold you tight, treat your body right. Yeah. I'll hold you tight, treat your body right. Yeah. Staring at your picture, it's hanging on my wall. Yeah, I even called your mama to ask her how to get through to your heart. And I said, I'm not a stalker, I just gotta know how it feels when I hold her close. So tell me what she likes, 'cause I'm running out of time. Promise you I'm not insane, something about her that I can't explain. I'm going out of my mind. Yeah, all I wanna do is make love to you. I'll hold you tight, treat your body right. All I wanna do is stay the night with you. I'll hold you tight, treat your body right. Yeah. നമുക്കൊരു ടാസ്ക് ആയാലോ? എന്തായാലും അഭിപ്രായം ആരാണ് ഇഷ്ടമെന്ന് പറഞ്ഞേ? കേക്കട്ടെ ഞങ്ങൾ. അപ്പൊ ചേട്ടായി ആരും ഇഷ്ടമെന്ന് പറഞ്ഞേ. ചേട്ടായിയുടെ പ്രപ്പോസൽ കഴിഞ്ഞ് നമുക്ക് ഉണ്ണി ചേച്ചിനെ കൊണ്ടൊന്ന് പ്രപ്പോസ് ചെയ്യിപ്പിച്ചാലോ? ഉഷാരായിട്ട് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒന്ന് കൈ അടിച്ചാ മടിച്ചു നിൽക്കാണ്ട് കൊടുക്കും ചേച്ചി. എല്ലാവരും കൈ അടിച്ചേ. I searched the world, but never knew that love was waiting here in you. Not just a feeling, not just a
everything sacred in His name. He brought you near and made me see this love was written faithfully. Through every joy, through every loss, we stand today, one love, one cross. One love, one cross, two hearts forever bound by grace. One path, one cause, we walk as one in His embrace. He's the reason, He's the light that brought our souls into the light. One love, one cross, now and always we are His. The vows we speak, the hands we hold, are wrapped in promises of old. A covenant not made by men, but written by the Father's hand. I'll lead with love, I'll follow true. In all I say, in all I do. Through every season, gain or loss, my heart is yours. Through love, through cross. One love, one cross, two hearts forever bound by grace. One path, one cause, we walk as one in His embrace. He's the reason, He's the light that brought our souls into the light. One love, one cross, now and always we are His. Let our love be like His own, a love that never stands alone. Rooted deep in Christ, our King. Through Him we can face anything. One love, one cross, two hearts surrendered at His feet. One flame, one cause, together now our joy complete. He's the center, He's the star, the faithful keeper. You can be my guiding light, keep me company in the night. That's all I need, all I want is for you to stay a little longer now, with arms around